എനിക്കൊരു ഭാര്യേനെ വേണം. എൻ്റെ തുണി അലക്കാൻ, എൻ്റെ വീട് ക്ലീൻ ചെയ്യാൻ, ഭക്ഷണം പാകം ചെയ്യാൻ എനിക്കൊരു ഭാര്യയെ വേണം. എൻ്റെ കുട്ടികളെ നോക്കാൻ, വീട് ഭംഗിയായി വെക്കാൻ, പൂന്തോട്ടം പരിപാലിക്കാൻ എനിക്കൊരു ഭാര്യേനെ വേണം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഒരു അമേരിക്കൻ ഫെമിനിസ്റ്റായ ജൂഡി ബ്രാഡി എന്ന കവിയുടെ വൈ ഐ വാണ്ട് എ വൈഫ് എന്നുള്ളൊരു പോയമാണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഭാര്യ എന്നത് അടുക്കള ജോലിയും അതോടൊപ്പം വീട്ടു ജോലിയും ചെയ്യണമെന്നുള്ള നമ്മുടെ സങ്കല്പത്തേക്ക് ഊട്ടിയുറപ്പിക്കുന്ന ഒരു വീട്ടിലായിരുന്നു ഞാനും വളർന്നത്. അമ്മ ഇടയ്ക്ക് പറയും, നന്നായി പഠിച്ച ഈ അടുക്കള നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന്. പിന്നെ ഇടയ്ക്ക് പറയും, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ദൂരം ഉണ്ടെങ്കിൽ ഒറ്റ നടപ്പിന് അമേരിക്കയിലെത്തായിരുന്നു എന്നൊക്കെ. പക്ഷെ ഞാൻ വളർന്നപ്പോൾ പിന്നെ അതിൻ്റെ ടോണ് പതിയെ മാറാൻ തുടങ്ങി. ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുട്ടികളെ നോക്കലും അടുക്കള ജോലിയും ഒക്കെ പെണ്ണുങ്ങളുടെ തന്നെ പണിയാണെന്ന് പറയാതെ പറയും. ഒരുപക്ഷെ ഒരു സോക്കോൾഡ് നല്ല മരുമകളാവണം എന്നുള്ള ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഔട്ട്പുട്ട് കൊണ്ടായിരിക്കാം അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. കല്യാണം കഴിച്ചു വന്നതിന് ശേഷം നിന്റെ വീട്ടിൽ അമ്മായി അച്ഛനാണോ മുറ്റമടിക്കുന്നത്, ഭർത്താവാണോ തുണിയലക്കാറ്, നീ അവിടെ എന്ത് പണിയാണ് ചെയ്യാറുള്ളത് എന്നൊക്കെ വളരെ കൗതുകത്തോടെ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ കൗതുകം പോലും ഉണ്ടാവുന്നത് ഇതൊന്നും നോർമൽ അല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ. ഇടയ്ക്കൊക്കെ അമ്മ ഫോൺ ചെയ്യുമ്പോൾ ഭർത്താവ് വല്ല അടുക്കളപ്പണിയും ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ, പാവം കിട്ടുവടി, അവനെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കാനെന്ന് അവർ പറയും. അതേസമയം പെൺകുട്ടിയാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, അലക്കി കഴിഞ്ഞ് വിളിക്കാം, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കട്ടെ എന്ന പറച്ചിലിന് ശരി എന്ന മറുപടി മാത്രമായിരിക്കും. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ അടുക്കള പണിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടുജോലി എടുക്കുമ്പോൾ പാവ സ്ത്രീ എന്ന് ആർക്കും തോന്നാത്തത്? കാരണം വളരെ സിമ്പിളാണ്, അത് വളരെ നോർമലാണ്. പെൺകുട്ടികളെക്കാൾ ഭംഗിയായി പുരുഷന്മാർ വീട്ടുജോലി ചെയ്യുമെങ്കിൽ അവർ ചെയ്യട്ടെ. വർക്ക് ഷെയറിംഗ് ആണ് പ്രധാനം, ജെൻഡർ റോളുകളല്ല. ഇപ്പോഴും അതിൽ അതിശയപ്പെടാൻ ഒന്നുമില്ല.